പ്രിയപ്പെട്ട കൂട്ടുകാരെ, അടിസ്ഥാന ശാസ്ത്രത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കൂട്ടുകാർ ഈ ചിത്രീകരണം ഒന്ന് ശ്രദ്ധിക്കൂ. അനീമിയ അഥവാ വിളർച്ച ബാധിച്ച കുട്ടിക്ക് ഇലക്കറികൾ കഴിക്കാൻ കൊടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചത് എന്തുകൊണ്ടായിരിക്കാം? ഇതറിയണമെങ്കിൽ നാം ധാതുലവണങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിരിക്കണം. വളരെ കുറഞ്ഞ അളവിലെ ആവശ്യമുള്ളൂവെങ്കിലും ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, അയഡിൻ, സോഡിയം മുതലായ ധാതുലവണങ്ങൾ അഥവാ മിനറൽസ് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചിത്രീകരണം ഒന്ന് കണ്ടു നോക്കൂ. ധാതുലവണങ്ങളെ ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം. ശർക്കര, ഇലക്കറികൾ, കരൾ, മത്തൻകുരു, മുതിര ഇവയെല്ലാം ഇരുമ്പടങ്ങിയ ആഹാര പദാർത്ഥങ്ങളാണ്. ഇരുമ്പ് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് അനിവാര്യമാണ്. അയൺ ഈസ് ഇൻഎവിറ്റബിൾ ഫോർ ദ സിന്തസിസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയവയാണ് മറ്റ് പ്രധാനപ്പെട്ട രണ്ട് മിനറൽസ്. ഇവയടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടു നോക്കൂ. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. Calcium and phosphorus play a major role in the formation of bones and teeth and the functioning of nerves and muscles. കാൽസ്യവും ഫോസ്ഫറസും നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിലും അതുപോലെ പേശികളുടെ പ്രവർത്തനത്തിലുമൊക്കെ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇനി കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതിൽ വളരെ വലിയ പങ്കാണ് സോഡിയം എന്ന മിനറൽ വഹിക്കുന്നത്. മറ്റൊരു ധാതുലവണമായ അയഡിൻ എന്തിൽ നിന്നൊക്കെയാണ് ലഭിക്കുകയെന്ന് കാണൂ. കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല. Iodine is required for the proper functioning of thyroid gland and for mental development. മാനസിക വളർച്ചയ്ക്കും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും അയഡിൻ ആവശ്യമാണ്. ധാതുലവണങ്ങളെ എല്ലാം പരിചയപ്പെട്ടല്ലോ. എന്തിന്റെ കുറവ് കൊണ്ടാണ് നാം നേരത്തെ കണ്ട കുട്ടിക്ക് വിളർച്ചയുണ്ടായത്? അതെ, ഇരുമ്പ്. ഇലക്കറികൾ ഭക്ഷണത്തിൽ കുറഞ്ഞുപോയാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളായിരിക്കാം സംഭവിക്കുക? ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ പ്രധാനപ്പെട്ട ധാതുലവണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ കുറഞ്ഞുപോയി കഴിഞ്ഞാൽ അത് വിളർച്ചയ്ക്കും രക്തക്കുറവിനും അതുപോലെ നാം പഠിച്ചതുപോലെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ച, നാഡികളുടെയും മസിലിന്റെയും ഒക്കെ പ്രവർത്തനം ഇതിനെയൊക്കെ ദോഷകരമായി ബാധിക്കും. അതിനാൽ ഇനി മുതൽ കൂട്ടുകാരെല്ലാവരും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇലക്കറികൾ ധാരാളമായി ഉൾപ്പെടുത്തുമല്ലോ, അല്ലേ? ഇനി ചില പോഷക അപര്യാപ്തത രോഗങ്ങളെ കുറിച്ച് അറിയാം. പോഷക ഘടകങ്ങൾ നമ്മുടെ ആഹാരത്തിൽ കുറഞ്ഞു പോയാൽ അത് ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾക്കും കാരണമാകും. ഇവയാണ് പോഷക അപര്യാപ്തത രോഗങ്ങളെന്ന് അറിയപ്പെടുന്നത്. Nutrient deficiency diseases. The deficiency of nutrients causes retardation of growth and many other diseases. Such diseases are called nutrient deficiency diseases. ജീവകങ്ങളുടെയും ധാതുലവണങ്ങളുടെയും കുറവ് മൂലമുണ്ടാകുന്ന ഇത്തരം പോഷക അപര്യാപ്തത രോഗങ്ങളെ ഏതൊക്കെയാണെന്ന് കണ്ടു നോക്കൂ. വിറ്റാമിൻ എ ശരീരത്തിൽ കുറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് നിശാന്തത. നിശാന്തത ബാധിച്ചവർക്ക് മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച ബുദ്ധിമുട്ടാണ്. വിറ്റാമിൻ ബിയുടെ കുറവ്
വായ്പുണ്ണിന് കാരണമാകുന്നു. വായിലെ വ്രണങ്ങളാണ് ഇതിന്റെ ലക്ഷണം. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി. മോണയിലെ പഴുപ്പും രക്തസ്രാവവും ഇതിന്റെ ലക്ഷണമാണ്. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന ഗുരുതര രോഗമാണ് കണ. വിറ്റാമിൻ ഡിയുടെ കുറവാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ഇരുമ്പിന്റെ കുറവ് അനീമിയയ്ക്ക്, അതായത് രക്തക്കുറവിനും വിളർച്ചയ്ക്കും കാരണമാകുന്നു. അയഡിന്റെ അപര്യാപ്തതയാകട്ടെ ഗോയിറ്ററാണ് ഉണ്ടാക്കുന്നത്. തൊണ്ടയിലുണ്ടാകുന്ന വലിയ മുഴകളാണ് ഇതിന്റെ ലക്ഷണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോഷക അപര്യാപ്തത രോഗങ്ങളെപ്പറ്റി കുറിപ്പുകൾ തയ്യാറാക്കി എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ ശാസ്ത്രാധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ. ആഹാര പദാർത്ഥങ്ങളിലെ പോഷക ഘടകങ്ങളെപ്പറ്റിയും അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളെപ്പറ്റിയും ഒക്കെ മുൻ ക്ലാസ്സുകളിൽ നാം ചർച്ച ചെയ്തല്ലോ. എന്നാൽ ഈ പോഷക ഘടകങ്ങൾക്ക് പുറമെ ചില പോഷകേതര ഘടകങ്ങളും നമ്മുടെ ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ 2/3 ജലമാണ്. തലച്ചോറിന്റെ 85%, രക്തത്തിന്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ജലമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം നാം കുടിക്കേണ്ടതുണ്ട്. വാട്ടർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് 2/3 ഓഫ് അവർ ബോഡി വെയ്റ്റ്, 85% ഓഫ് ബ്രെയിൻ, 90% of blood and 25% of bones. Water acts as the medium for many physiological activities including digestion. About 2.5 liters of water is lost from our body through urine, sweat, etc. So a large quantity of pure water has to be drunk. ജലത്തിന്റെ പ്രാധാന്യം കണ്ടല്ലോ. എല്ലാവരും ദിവസേന എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്? മറ്റേതൊക്കെ ആഹാര പദാർത്ഥങ്ങളിൽ നിന്നാണ് ശരീരത്തിന് ആവശ്യമായ ജലം ലഭിക്കുന്നത്? അതെ, വെള്ളം കുടിക്കുന്നതിന് പുറമെ ദ്രവരൂപത്തിലുള്ള ജ്യൂസ്, പാൽ തുടങ്ങിയ മറ്റ് ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഭക്ഷണം ഇനി മുതൽ നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ, അല്ലേ? ഇനി നാരുകളുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാം. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണ് നാരുകൾ. ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന് പോഷക ഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവ നാരുകളുടെ കലവറയാണ്. Fibers are a kind of carbohydrate which are available in vegetarian food and cannot be digested by the body. They are mainly composed of cellulose. Though they provide no nutrients to the body, they help in the movement of excretory materials in the large intestine. Cereals containing bran, leafy vegetables, stem and bud of the plantain, etc. are very rich sources of fiber. നാരുകൾ തീരെ കുറവുള്ള മൈദ കൊണ്ടുണ്ടാക്കിയ ആഹാരം കൂടുതലായി കഴിക്കരുതെന്ന് കൂട്ടുകാർ കേട്ടിട്ടുണ്ടാകുമല്ലോ. മൈദ കൂടുതൽ കഴിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? നാരുകളില്ലാത്തതിനാൽ വൻകുടലിലൂടെയുള്ള വിസർജ്യ വസ്തുക്കളുടെ സുഗമമായ സഞ്ചാരത്തെ ഇത് ബാധിക്കുകയും മലബന്ധം പോലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യും. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ പറയുന്നത് ശ്രദ്ധിച്ചല്ലോ. ഇഷ്ടമുള്ള ആഹാരം മാത്രം കഴിച്ചാൽ മതിയോ? അതുപോലെ എല്ലാ ഭക്ഷണ സാധനങ്ങളും ഒരേ അളവിലാണോ കഴിക്കേണ്ടത്? പോരാ അല്ലേ? ശരീരത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി വിവിധ തരം ആഹാര പദാർത്ഥങ്ങൾ വ്യത്യസ്തമായ അളവിലാണ് കഴിക്കേണ്ടത്.
ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്. Food that contains all nutrients in required quantities is termed as balanced diet. അനിൽ, മിനി, സിനാൻ തുടങ്ങിയ കുട്ടികൾ തയ്യാറാക്കിയ ഭക്ഷണ ചാർട്ട് ഒന്ന് കണ്ടു നോക്കാം. ആരുടെ ഭക്ഷണ ചാർട്ടാണ് കൂടുതൽ സമീകൃതമായത്? അനിലിന്റേതാണല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിൽ പോഷക ഘടകങ്ങളും പോഷകേതര ഘടകങ്ങളും അതിന്റെ ആവശ്യമായ അളവിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ പട്ടികൾ കൂടി ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ കണ്ടു മനസ്സിലാക്കിയ ചാർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂട്ടുകാർക്കും അനുയോജ്യമായ ഭക്ഷണ ചാർട്ടുകൾ തയ്യാറാക്കാമല്ലോ. എല്ലാവരും അനുയോജ്യമായ ഭക്ഷണ ചാർട്ടുകൾ തയ്യാറാക്കി നിങ്ങളുടെ ശാസ്ത്രാധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ഇനി നമുക്ക് പാചകത്തിൽ ഒരു കൈ നോക്കാം. ഏതാണ് ഈ വിഭവം? അതെ, സദ്യയിലെ പ്രധാനിയായ അവിയലാണല്ലേ. അവിയലിന്റെ റെസിപ്പി പരിചയപ്പെട്ടാലോ? ഇൻഗ്രീഡിയൻസ്: കുക്കുംബർ, ഡ്രംസ്റ്റിക്, ക്യാരറ്റ്, യാം, പപ്പായ, ടെൻഡർ പ്ലാന്റെയിൻ, കോക്സിനിയ, പീ, കർഡ്, ഹാഫ് കപ്പ് ഈച്ച്, ഗ്രൗണ്ട് കോക്കനട്ട് ആൻഡ് ഗ്രീൻ ചില്ലി 2 cups, coconut oil 3 tablespoons, curry leaves, salt and turmeric powder. Method of preparation: cut vegetables into long and narrow slices. Add 1 teaspoon of turmeric powder and salt for taste. Cook it in a flat vessel. Add the ground coconut and green chilli to the scraps. After taking it out from the stove, add curd and stir. Then add coconut oil and curry leaves. Stir gently and close the vessel. അവിയൽ ഒരുക്കേണ്ട വസ്തുക്കൾ: വെള്ളരി, മുരിങ്ങയ്ക്ക, കാരറ്റ്, ചേന, പപ്പായ, കായ, കോവയ്ക്ക, പയർ, തൈര് എന്നിവ 1/2 കപ്പ് വീതം. നാളികേരവും പച്ചമുളകും ചതച്ചത് 2 കപ്പ്. വെളിച്ചെണ്ണ 3 സ്പൂൺ. കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഉണ്ടാക്കുന്ന വിധം: പച്ചക്കറികളെല്ലാം വീതി കുറഞ്ഞ നീളമുള്ള കഷണങ്ങളായി മുറിച്ചെടുത്ത് 1 സ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പരന്ന പാത്രത്തിൽ അടച്ച് വേവിക്കുക. ഏതാണ്ട് വേവാറാകുമ്പോൾ നാളികേരവും പച്ചമുളകും ചതച്ചത് ചേർക്കുക. അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം തൈര് ചേർത്ത് ഇളക്കുക. അതിനുശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ചെറുതായി ഇളക്കി അടച്ചു വയ്ക്കുക. ഇന്ന് തന്നെ എല്ലാവരും അവിയൽ തയ്യാറാക്കി കഴിക്കണം കേട്ടോ. അതുമാത്രം പോരാ, വീട്ടിലുള്ള എല്ലാവരെയും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഇനി മുതൽ മികച്ച ആഹാരശീലങ്ങൾ പിന്തുടരാൻ മുൻകൈയെടുക്കുകയും വേണം. ആഹാരം ആരോഗ്യത്തിന് എന്ന നമ്മുടെ 5ാമത്തെ അധ്യായം ഇവിടെ പൂർത്തിയാകുകയാണ്. വിലയിരുത്താമെന്ന ഭാഗത്തെ പ്രവർത്തനങ്ങൾ കൂട്ടുകാരെല്ലാവരും ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു.